मुंडा थोड़ा ऑफ बीट है पर कुड़ियां दे नाल बहुत स्वीट है। मुंडा थोड़ा ऑफ बीट है पर कुड़ियां दे नाल बहुत स्वीट है। ढोंगी सा ये बड़ा ढीठ है, वायरल हो गया ये ट्वीट। पर फूल वूल करने में कूल तू बड़ी तेज कटारी है। शगन तेरी की लगन तेरी की हमने कर दी तैयारी है। नचते ने सारे रल मिल के आज हिले डुल के ले सारे के सारे नजारे। नचते ने सारे रल मिल के आज हिले डुल के ले सारे के सारे नजारे। खसमानों का नहीं लालू बड़े करारे, चढ़ चढ़ के चौबारे तेरा मनाल स्वीटू आजा मारे। आलू बड़े करारे तेरा मनाल आलू बड़े करारे, चढ़ चढ़ के चौबारे तेरा मनाल स्वीटू आजा मारे। मुंडे तलंटी मेरे ਲਈ हो गए सेंटी, तेरे ਲਈ हो गए सेंटी, तेरे ਲਈ हो गए सेंटी। तेरे लिए मैं सेट हूँ इस बात की गारंटी। पर फूल वूल करने में कूल तू बड़ी तेज कटारी है। जहरा बांध के कूद फांद तुझे ले जाना इस बारी है। नचते ने सारे रल मिल के आज हिले डुल के ले सारे के सारे नजारे। नचते ने सारे रल मिल के आज हिले डुल के ले सारे के सारे नजारे। खसमानू खाने जोर जोर से शोर वोर कर डीजे गाने बजाने आ। टुटड़े टुटड़े चीजा फूफड़ हमने सारे मनाने आ। जोर जोर से शोर वोर कर डीजे गाने बजाने हैं। रुकड़े रुकड़े चीजा फुफड़ हमने सारे मनाने हैं। पर फूल वूल करने में कूल तू बड़ी तेज कटारी है। शगन तेरी की लगन तेरी की हमने कर दी तैयारी है। नचते ने सारे नचते ने सारे नचते ने सारे रल मिल के आज हिले डुल के ले सारे के सारे नजारे। नचते ने सारे रल मिल के आज हिले डुल के ले सारे के सारे नजारे। नचते ने सारे नचते ने सारे खसमानू खाने। നമുക്കൊരു കാര്യം ചെയ്യാം. ആതിരയുടെ നിഫ്റ്റിലെ എല്ലാ ഫ്രണ്ട്സും ഒന്നിങ്ങോട്ട് വന്ന എല്ലാവർക്കും ഒന്ന് കാണായിരുന്നു. നന്ദന, മേലിൻ, മേഘ. ഫ്രണ്ട് ഒരു മുട്ടായി തന്നു, ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ക്രിസ്റ്റ് വിളിച്ചത്. ലാസ്റ്റ് ഇയർ സെയിം മാർച്ചില് ഞങ്ങൾ വിയറ്റ്നാം പോയായിരുന്നു, ഞാനും ആതിരയും കൂടെ. അപ്പൊ ഞങ്ങളിങ്ങനെ എയർപോർട്ടിൽ ഇരുന്നപ്പോ ഇങ്ങനെ ഞങ്ങൾ ഹീൽസ് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കാല് വേദനിച്ചിട്ട് ആതിര പറയായിരുന്നു, ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു ഈ കാല് തിരുമ്മിക്കായിരുന്നു, ആരുമില്ല കാല് തിരുമ്മിക്കാൻ. എക്സാക്ട്ലി എനിക്ക് തോന്നുന്നു ഇന്ന് 1 year ആയെന്ന് തോന്നുന്നു. എക്സാക്ട്ലി 1 year later, can't believe like we are attending her haldi. Nikhil ഇപ്പൊ വരും. So it all feels like it's like planned, like already. It turned out to be really good, like in all ways. Yeah, thanks to the universe. Yeah, so എനിക്ക് പറയണം തോന്നി. പിന്നെ ഇനിയിപ്പോ താങ്ക് യു കേരള മാട്രിമോണി ആൻഡ് അതെ, താങ്ക്സ് ടു കേരള മാട്രിമോണി. ഇനി ഹലോ. ഇതാണ് മേഘാജി. മേഘാജിയാണ് ആതിരയുടെ ഇൻവിറ്റേഷൻ ഡിസൈൻ ചെയ്തതും എല്ലാ ഇൻവിറ്റേഷൻ സൈഡ് മൊത്തം മേഘാജിയാണ് നോക്കിയത്. ആൻഡ് ഇൻവിറ്റേഷൻ പെക്യുലാരിറ്റീസ് സ്പെഷ്യാലിറ്റീസ് എല്ലാം അവള് കല്യാണത്തിന് ഡിസ്കസ് ചെയ്യണോ ഇപ്പൊ പറയണോ? ഇപ്പൊ തന്നെ പറയാല്ലേ? ഓക്കെ, ആ ഇൻവിറ്റേഷൻ അവിടെ ഒരു ഇൻവിറ്റേഷൻ
നമ്മളുടെ ഇൻവിറ്റേഷനിലുള്ള എല്ലാ കുഞ്ഞു കുഞ്ഞു എലിമെന്റും ഓപ്പൺ ആയിട്ടുള്ള അനാർ, ക്ലോസ്ഡ് ആയിട്ടുള്ള അനാർ, വാഴ, വാഴപ്പഴം, കൊരങ്ങൻ, മയില്, തത്ത, പിന്നെ എന്തൊക്കെയുള്ള താമര, എല്ലാം ഹാൻഡ് മെയ്ഡ് ബൈ മേഘാജി. താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് നമ്മൾ പ്രിന്റ് ചെയ്തത് റീസൈക്കിൾഡ് പേപ്പറിൽ സീഡ്സ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ്. സോ നമ്മളുടെ ഇൻവിറ്റേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ അതിലുള്ള ഇങ്ക് എല്ലാം വാട്ടർ സോളുബിൾ ഇങ്കാണ്. ദാറ്റ് വിൽ ബി നോട്ട് ഹാർമിംഗ് ദ സീഡ്സ് അറ്റ് ഓൾ ഫോർ ജെർമിനേഷൻ. സോ ഇഫ് യു പ്ലാന്റ് ദ സീഡ് ആൻഡ് pour some water, you will get തുളസി പ്ലാന്റ്, വൈൽഡ് ഫ്ലവേഴ്സ്, മാരിഗോൾഡ്. ഇങ്ങനെ അടുത്ത ആളുടെ കല്യാണത്തിന് നമുക്ക് ഈ ഇൻവിറ്റേഷൻ കുറിച്ചിട്ടാൽ നിറയെ പൂ കിട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് മേഘാജി. Hi, like apart from all this, അവളുടെ എല്ലാ കുരുത്തക്കേട്ടിലും ഞാനാണ് കൂട്ടുന്നത്. So yeah, ഞങ്ങള് കൂടെ വന്ന ഭയങ്കര അടിപൊളിയാണ്. ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്ത് പറയും, ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് കോവിഡ് ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ഇവള് പെട്ടെന്ന് വീട്ടിലേക്ക് വന്നിട്ട് എന്താ പറയാ, ഒരു കൊടുങ്കാറ്റ് വീട്ടിൽ വന്ന പോലെയായിരുന്നു. പക്ഷെ പോയപ്പോ എല്ലാം ശരിയായി എന്തോ. സോ യാ, അതാണ് ആതിര. ഞാൻ എന്താ പറയാ, ബെർലിനാണ്. ഞാൻ കൊച്ചിയിലാണ് വരുന്നത്. ഞാൻ ആക്ച്വലി കോളേജ് കൗൺസിലിംഗ് ഞങ്ങൾ ഹൈദരാബാദ് ചൂസ് ചെയ്യാൻ നോക്കുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ആതിരയാണ് ഞാൻ കണ്ടത്. എക്സാക്ട്ലി ഫസ്റ്റ് ഞങ്ങളാണ് ആക്ച്വലി റിയലൈസ് ചെയ്തത് ആതിരയും ഞാനും ഹൈദരാബാദാണ് പോകുന്നത്. സോ ദാറ്റ് വാസ് ആക്ച്വലി എ റിയലി ഗുഡ് മൂമെന്റ് ആൻഡ് ഐ വാസ് റിയലി ഹാപ്പി. ഒരു മലയാളി നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളൊരു ധൈര്യം എന്തായാലും ഉണ്ടായിരുന്നു. Namaskaram. For Athira, I have a few words remembering some of our prior situations. Athira and me, we were each other's first roommates in life. And one thing that really, like, apart from all the funny things that have happened, I remember something that's very close to my heart. And something that made me realize that, you know, it's not just about having fun and laughing together. It's also about us being close. She kind of made me feel like I'm a family there. She woke me up in the middle of the night. She closed my eyes and she was like, Riya, we're doing Vishu, okay? I have, like, she had a day itself ago, she had prepared the study table. She had put up all these DTs. Gani. She had put that up, and early morning she woke me up and she's like, this is the way. She already gave me this brief. She briefed me about it, that Acha Ma wakes up, Dada wakes up, then he wakes up, Achi Amma, then he wakes up somebody else, and then they create this ladder. No, but everybody closes each other's eyes. So Aarthi did it for me, and then we both prayed together, and that was a highlight. So thank you for considering me family. That was probably the first. നന്ദന, കോഴിക്കോട് നിന്നുള്ള നന്ദന. Because there's family here, I'm not telling anything that she introduced me to. So, all the best with that. She's smart. I'll explain for her. എൻ്റെ പേര് നന്ദന എന്നാണ്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ആതിരൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ആതിര എൻ്റെ ഒരു സോൾ സിസ്റ്ററാണ്. നമ്മൾ അങ്ങനെയാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതെ.
ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങൾ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൻ്റെ സമയത്താണ്. മെറ്റൽ ലാബിൻ്റെ ഫ്രണ്ടിൽ ഒരു പച്ച ചുരിദാറിട്ട് ജസ്റ്റ് പാസ് ചെയ്തു. അപ്പം ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു പഞ്ചാബി കുട്ടിയായിരിക്കും, മലയാളി ആയിരിക്കില്ല. എന്നിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങനെ കൂട്ടൊന്നും ഉണ്ടായില്ല. അതിന് ശേഷം ഞങ്ങൾ നിന്നിരുന്ന ഹോസ്റ്റലിൽ എൻ്റെ റൂമിൻ്റെ മറ്റേ എൻഡിലായിരുന്നു ആതിരയുടെ റൂം. അപ്പം ആതിരയ്ക്ക് സുഖമില്ലാണ്ട് അവൾ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. അന്ന് ഞാൻ അവൾക്ക് അവലോസ് പൊടിയും ഡേറ്റ്സും പഴവും ഒക്കെ കൊണ്ടു കൊടുത്ത് അന്ന് തുടങ്ങിയ ബന്ധമാണ്. നമുക്ക് പിന്നെ പഴയ പാട്ടുകൾ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു പുഷ്പം മാത്രം പാട്ടിലാണ് ആദ്യം കണക്റ്റ് ആയത്. ആൻഡ് ഐ വാസ് തിങ്കിങ് അബൌട്ട് ദാറ്റ് സോങ് അവളെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത്. ആൻഡ് ഫൈനലി നിഖിൽ വന്നിട്ട് ഒരു പൂ കൊടുത്തപ്പോൾ എനിക്ക് ആ സർക്കിൾ കംപ്ലീറ്റ് ആയ പോലെ, ലൈക്ക് നമ്മൾ ഇത്രയും കാലം അങ്ങനെ ഒരാൾക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവളെ അവളായിട്ട് മനസ്സിലാക്കുന്ന, ഞാൻ വിചാരിച്ച അവൾക്കുള്ള ഈ ചെക്ക് ലിസ്റ്റ് എല്ലാം ഫില്ലാവണം എന്ന് ഞാൻ വിചാരിച്ച പോലത്തെ ഒരാളെ തന്നെയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ചൈൽഡാണ്. And I think we are all very lucky to be, knowing her, to be a part of her life. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ നിഫ്റ്റ് ഫാമിലിയുടെ സൈഡിൽ നിന്ന് ലൈക്ക് വി ഓൾ ആർ ലൈക്ക് എ ഫാമിലി നൗ. വളരെ സന്തോഷം എന്ന് വെച്ചാൽ എന്താ പറയുക, അങ്ങനെ വിങ്ങിയാണ് നിൽക്കുന്നത്. അതിരുടെ ഫാമിലി അതുപോലെ വളരെ സപ്പോർട്ടീവാണ്. അന്ന് മുതൽ നമുക്ക് അച്ഛനെയും അമ്മേനെയും ആകാശുവിനെയും അപ്പാപ്പനെയും അച്ഛമ്മേനെയും കലവല്യമ്മേനെയും രേഷ്മ ചേച്ചീനെയും വിളിച്ചേച്ചീനെയും മിന്നു ചേച്ചീനെയും ഒക്കെ എല്ലാവരെയും മക്കളെ കൂടെ അവരുടെ വളർച്ചയും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരെയും നേരിട്ട് കാണുമ്പോഴും എനിക്ക് എൻ്റെ അവൾ പറഞ്ഞ കഥകളിലുള്ള ആളുകളെ കാണുന്ന പോലെ തന്നെയാണ് തോന്നാറ്. വത്സലമ്മ, എല്ലാവരും വളരെ സന്തോഷം നമുക്കിവിടെ ഒരുമിച്ച് കൂടാൻ പറ്റിയതിൽ. താങ്ക് യു. ഈ മാവും അതിമ കുറെ മാങ്ങയും പിന്നെ ഈ പൂക്കളൊക്കെ ഉള്ളത് വളരെ നന്നായി. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പൊങ്ങി സ്ട്രാറ്റോസ്ഫിയർ എത്തിയിട്ടുണ്ടാവും. And so whenever I'm from Triple IT, and our batch is like very lucky to have one student from NIST, that is Athira. So whenever there was introduction for our batch, there was a special introduction for her, that everyone is like from Maharashtra, from Telangana, wherever. But there is one student from NIST, that is Athira Balakrishnan. Yeah, and we are actually very lucky to have her in our batch. And for me, especially personally, she is kind of inspiration for me, because before Master, I was very different personality, and after meeting her, she has like transformed my whole thought process, like how one should think, like really. And my whole friend circle, my whole family knows her without even meeting her. So I really cherished all the memories that we had for Apollo Tires competition, going outside with Kartika. I don't know if she's very shy to come forward. She was actually her roommate. Come man, Kartika. Come. This guy is just humbling down. He has won Red Dot Design Awards, which is like a world level design award. He is the winner of that. Athira had a chance, she would have been the one comparer at her own wedding. Yeah, that's all from my side. We all love you, Athira. Lots of love from CD family. Leslie, or we call her Tenga. ഹലോ, ഞാൻ ലെസ്ലി. ഞാൻ ഇവിടെ ഡോക്ടറായിട്ട് ഇവിടെ ഡിവൈൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ ആതിരയുടെ ഇവിടെ LKG തൊട്ട് 10th വരെ പഠിച്ചതാണ്. ഞങ്ങൾ അത്രയ്ക്ക് എന്താ പറയുക, ഒറ്റ മൈൻഡ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു വൈബാണ്. അതായത് നമുക്കിപ്പോൾ അത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കും, അങ്ങനെ ഒരു ഇതാണ്. ഇപ്പം നമ്മൾ മാങ്ങ പറിച്ച് പറഞ്ഞാൽ നമ്മൾ മാവിക്കേറി പറിച്ചിരിക്കും, അങ്ങനത്തെ ഒരു മൈൻഡാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ വേറെ ഒരു 3 പേരും കൂടെ ഉണ്ടായിരുന്നു.
ക്രിസ്റ്റീന, ആൻമരിയ, സാന്ദ്ര ഇപ്പം അമേരിക്കയിലാണ്. അവർക്ക് അവള് വരാൻ പറ്റത്തില്ല അങ്ങനെ. പിന്നെ എന്താ പറയുക, ഇവള് IIITയില് മറ്റേ കാഞ്ചീപുരം, ഞങ്ങൾ ക്യാമ്പസ് അടുത്തടുത്തായിരുന്നു. ഞാൻ ചെന്നൈയിലാണ് എൻ്റെ UG ചെയ്തത്. അപ്പം ഞങ്ങൾ അടുത്തടുത്തായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നൈറ്റ് ഒരു 15 മിനിറ്റ്സ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ കോളേജ് തമ്മിൽ. അപ്പം എനിക്ക് ഭയങ്കര വയ്യാണ്ട് മൈൻഡൊക്കെ ഭയങ്കര ഡെസ്പായിരിക്കുന്ന സമയത്ത് ഇവളുടെ കോളേജിൽ നിന്ന് നൈറ്റ് ഒരു 7:30 ആ സമയത്ത് സൈക്കിളിൽ വരുക. അതുകൊണ്ട് എന്നെ അങ്ങനത്തെ ഒരു ഭയങ്കര ഇതായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പം സൈക്കിളിൽ എന്നെ കാണാൻ വേണ്ടിയിട്ട് അവള് വന്നപ്പോൾ ആ കൂടെ തന്നെ അവളെനിക്ക് അവിടെ അവിടെ ഉണ്ടാക്കിയ ഒരു പുട്ടും പഴവും ഒക്കെ ആയിട്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ച് അങ്ങനെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒരു അവളുടെ ലൈഫിൽ കുറേ എന്താ പറയുക, അവള് തന്നെ ക്രിയേറ്റ് ചെയ്ത കുറെ പ്രശ്നങ്ങൾ അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പൊ അവളെ ഈ ഒരു ഇതിൽ കാണുമ്പോൾ എനിക്ക് എന്താ പറയാ, വളരെയധികം സന്തോഷം, അതോടൊപ്പം തന്നെ സങ്കടവും എല്ലാ രീതിയിലും ആനന്ദ കണ്ണീരും എന്നൊക്കെ പറയാലോ, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഫീൽ ചെയ്തത്. ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു, അവളൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പം അതെ, ഭയങ്കര സന്തോഷമാണ്. ലെസ്ലിയും ഇതുപോലെ തന്നെയാണ്. ഞങ്ങള് മാസ്റ്റേഴ്സ് കൂടെ LKG 10th വരെ ഒരുമിച്ചായിരുന്നെങ്കിലും ഞങ്ങൾക്ക് മാസ്റ്റേഴ്സിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം സംഭവം ചെന്നൈയിൽ പെട്ടു. അതും അടുത്തടുത്ത്. ദാറ്റ് വാസ് ലൈക്ക് ഭയങ്കര ആശ്വാസം. ഞങ്ങൾക്ക് അവിടെ ഒരു മലയാളി കടയിൽ പുട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചേരാൻ വേണ്ടി പുട്ടുകടയിൽ പോകുന്നത് ആണ് പറഞ്ഞത്. അതിൽ വേറെ ഒരു കളത്തിലും ഇല്ല, സത്യമായിട്ട്. So I just know like Athira is like super sweet person, a good designer, and she inspired everyone. Her aura, energy is totally different. Her systems and things. And yeah, we all admire her a lot. Thank you. Congratulations, Athira. Thank you, Shivam. Attention. If you've all been to Bangalore airport, you would have noted that the airport is beautifully decorated with very sustainable decorations. It's all designed by the entire Bangalore airport is designed by Shivam. He is the designer. Yeah, people from Bangalore also here. Bangalore airport in the Yes, and no, that I cannot tell you. Congratulations, many congratulations. Good evening, everyone. I don't know. I think I'm just so preoccupied with the wedding planning that I don't have much to say. Our brain is rolling what to do next and how to do next. So I think it's just all our friends that are helping us in everything. And hope you're enjoying this evening. And you have to wait for our performance as well. And about Athira, the thing is, we haven't met somebody who can, extract so much love out of us, and at the same time, she can rage bait us like anything. Like, वो हमें हमारे अंदर का पूरा प्यार भी निकाल लेती है और गुस्सा भी. So that's how she is. But we love her. She's the joy of the whole group. She brings up the energy and वो बच्चा जो होता है जिसकी वजह से सब खुश रहते हैं घर में, she is like that. So we are very happy to have her, and we are all very happy to share this occasion with all of you. And you've all been so nice to us, and it feels like family. Thank you so much. The bachcha is getting married first. Amma has already flaunted you both. I also want to say regarding the arrangement thing, these people have been with me
through all the irresponsibility I have carried in my life. Even now, my Sangeet costume is not ready. They were the ones who came with me yesterday. I've been scolded left, right, center by these people. I'm actually scared of them. But even in the last minute, even if I mess things up, I'm so happy that I have this bunch of really, really talented people who are there to fix all of it for me. And now adding Nikhil to it, fixing everything that we are being responsible about. Thank you so much, ladies. And I would like to thank Akash. He has been running around since morning. He's not even Akash. What I'm saying. उसको पता नहीं है मैं इसके बारे में बोल रही हूँ. He's still doing something. He's connecting some driver either. Then if there is no one, he'll only go collect everybody. Thank you so much, Akash, for existing. And he's the most sweetest accident that has ever happened. He's your love. No more mic for Athira. Long time, and we used to share breakfast every day. So I used to carry her breakfast every day. It's very precious to have her in her life. So obviously she is very positive and she has a lot of things in her life. It is because of this woman I completed my masters. Because otherwise I would have been, breakfastless, lunchless. She used to get me all of it in the class because I used to be all the time late. I hope my students don't listen to this. But yeah, I used to be late, but she used to somehow wake me up, get me my breakfast in class. While the faculties are taking the lecture, she used to share that secret breakfast with me and I used to eat that. Thanks to her, my intestine is still. അത് വേണ്ടല്ലോ. ഇനി ആതിരയെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കടന്നു വരാം, സംസാരിക്കാം. अगर किसी को कुछ आदिरा के बारे में बोलना है तो ये अवसर है सभी के लिए. ആതിരയുടെ എല്ലാ പരിപാടിയും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് Hi Adira. I am really sorry I could not attend your engagement function, but I made it to your wedding function. I am sure that I will not miss you even after your marriage. Have a nice and prosperous and happy married life. We have been attending many of our functions from childhood. She used to visit us during vacation, the family, and we have a same birthday sharing. So we all wish her a very happy married life. Adira, all the best. Basically, I was not here for a long time. At the age of 18, I left here and fell down to the earth. She is very, what is called decision taking, very straightforward. She never say any bad things, any wrong things about anybody. She is very straightforward. എനിക്ക് അവരുടെ കൂടെ ഇടപഴകാനുള്ള അവസരം കിട്ടിയിട്ടുള്ളൂ. ആ അവസരം 100% ഞങ്ങൾ രണ്ടാളും മുതലാക്കി. ഓക്കെ, വെരി ഗുഡ്. രണ്ടാമത്തെ പ്ലാനിങ് എന്താണ്? ഹയർ ലെവലിൽ പോകണം, ഒരുപാട് പഠിക്കണം, കുറേ ഏരിയ കവർ ചെയ്യണം ഒക്കെ പറഞ്ഞ് അതെല്ലാം സ്റ്റെപ്പ് വരെ അവൾ എത്തിക്കഴിഞ്ഞു. കാരണം ആർമിയിലിരുന്ന ആളുകൾക്കാണ് ആർമിയെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവര് എൻ്റെ അടുത്ത് വന്ന് സജഷൻ ചോദിച്ചു, ഇന്നമാതിരി ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് കേട്ടാ, കാര്യമില്ല, ലെഫ്റ്റ് റൈറ്റ് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ജെന്റിൽമാൻ
ആദ്യ അടുത്ത് ഞാൻ പറഞ്ഞു സെയിം സ്റ്റാഫ്. ഷീസ് ആൾസോ വെരി. ആതിരക്കുട്ടിക്ക് ഹാപ്പി മാരീഡ് ലൈഫ്. ആതിരക്കുട്ടി ബൈ. താങ്ക് യു. അതിനെ നന്നായിട്ട് അറിയാം. അതിൽ ഞാനാണ് തോന്നുന്നു ഏറ്റവും കുറച്ചറിയുന്നത്. അതായത് 5 വർഷമായിട്ടാണ് എനിക്ക് പരിചയമുള്ളത്. അതിൽ ഞാൻ അറിഞ്ഞത് വെച്ചാൽ മോസ്റ്റ് വൈബ്രന്റ്, മോസ്റ്റ് എനർജറ്റിക് ഗേൾ ആണ്. ഭയങ്കര ആംബിഷ്യസ് ആണ്. എപ്പോഴും ഭയങ്കര സന്തോഷമാണ്. അവൾ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് കരയുകയും ചെയ്യും. അതുപോലെ മൂത്ത ആങ്ങളെയാണ്. ഐ ആം ദ ബിഗ് ബ്രദർ ഓഫ് ആതിര. ആൻഡ് രണ്ടിലും പറയാം, മലയാളത്തിലും പറയാം, ഇംഗ്ലീഷിലും പറയാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. എനിത്തിങ്, എന്തും ഏതും നേടാനുള്ള ഒരു ആംബിഷൻ. വണ്ടർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് ഹാപ്പി ആൻഡ് എവറിത്തിങ് ഇൻ ലൈഫ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നമുക്ക് എല്ലാവരും സംസാരിക്കണം. നിങ്ങളുടെ എക്സ്പീരിയൻസ് വിത്ത് ആതിര ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഹഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൺ ദ വേ അതിന്റെ ഇൻ ബിറ്റ്വീൻ ചെയ്യാം. തയ്യാറാക്കാൻ 1.5 മാസത്തെ സമയം എടുത്തിരിക്കുന്നു. 1.5 മാസം. അതേപോലെ തന്നെ റിസപ്ഷൻ ഡ്രസ് ചെയ്യാനും ഒരുപാട് മാസങ്ങളുടെ പ്രിപ്പറേഷൻ ആണ്. അതുകൊണ്ട് ഡ്രസ്സിലാവാതെ ചെയ്യണം എന്ന് റിക്വസ്റ്റഡ്. അവളുടെ കണ്ണിലൊക്കെ മൈലാഞ്ചി പോവാതെ, സോറി, മഞ്ഞൾ തെറിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഓർഡർ കാല്, കൈ, എനിക്കിങ്ങനെ അച്ഛൻ മൈക്ക് താന്ന് പറയാൻ പറ്റുന്നില്ല. ഋതുവിന്റെ മമ്മിയുടെ വേറൊരു സ്പെഷ്യാലിറ്റി പറയാം. ദ ഫസ്റ്റ് വിമൻസ് ബറ്റാലിയൻ ഓഫ് CRPF-ലെ സോൾജർ ആണ്. She's retired from CRPF. She's the first women's battalion member. जोर कर मेरी भोरब मुख दिखला, रांझना हुआ मैं तेरा, कौन तेरे बिन मेरा, रौनक
ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. തകിലടിയോ നിറപൊലിയോ മധുരവിടെ വിളിയലിയോ നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാണടാ. നമ്മുടെ ചെക്കന്റെ കല്യാണം കിടുവാണടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാണെടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസെടാ. ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ച് ചങ്കു പറിച്ച് ചേർന്നൊരു കല്യാണം. തനിതരികിടയല്ല ഒരു മണകുണയല്ല പുലിയവനൊരു പുല്ല മുരുകനട. ഇവളൊരു മണിമുല്ല പുതിയൊരു മഴവില്ല നിറമെഴുതിയ ചില്ല പെണ്ണൊരുത്തി. പന്തലാകെ പെയ്യും ചന്തമല്ലേ ചങ്കുപോലെ ചങ്കും കൂടെയില്ലേ. അവരും അവളും അവരും ഇവരും അവിടെ ഇവിടെ ചിതറി ചിതറി ചിരിതം കടലായി മതിയോ പുറപന്തളിയോ. നമ്മുടെ ചെക്കന്റെ പെണ്ണിന്റെ ചക്കന് പെണ്ണിന്റെ ചക്കന് നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാണടാ. നമ്മുടെ ചെക്കന്റെ കല്യാണം കിടുവാണടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാണടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസടാ. നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാണടാ. നമ്മുടെ ചെക്കന്റെ കല്യാണം കിടുവാണടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാണടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസടാ. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണ് മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണ്. താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ. നെഞ്ചോരം ഢോലുണ്ട് ചുണ്ടോരം ശീലുണ്ട് രണ്ടാളും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. കണ്ണിൻ ഉള്ളും കൊണ്ടൻ ഉള്ളിൽ കുത്തും പെണ്ണാണേ ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ പടിയോരം വെള്ളിപ്പല്ല കെത്തി തിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട് നാട്ടാരും കൂടെയുണ്ട് ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ട്. ആശപ്പും കൊട്ടാരം പിന്നോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ചില്ലാ. നാളേറെ കാത്തിട്ടും നീ വന്നില്ല. മോഹിക്കും പോലെ വേഗം നേരം പോയില്ല. നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല. മാറത്തെ മൈനെ നിൻ പേരെ കൊഞ്ചാറുള്ളൂ. നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല പാടാനി ഞാനില്ലേ ജില്ലം ജില്ലാല.
കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഡോലുണ്ട് ചുണ്ടോരം ശീലുണ്ട് രണ്ടാളും കൂടുമ്പോ കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേരാക്കാൻ നല്ലാട്ടക്കാരുണ്ട്. കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടി ചെണ്ടയും കൊട്ടി കാത്തിരിക്കും നേരം വന്നേ ജില്ലം ജില്ലല. ചോളനാട്ടിൽ യൗവനത്തിൻ മാധുരിയിൽ കോവലനും സ്നേഹമുണ്ടായി തീർന്നു. ജായലിയും വേർപിരിഞ്ഞു പാപമായി ദേവി. മൂത്തുമൂലം കോവലന്റെ കീർത്തിയെല്ലാം പോയൊഴിഞ്ഞു. മാപ്പു ചൊല്ലി വീഴണഞ്ഞു മാധവിയും വേർപിരിഞ്ഞു. ിമിക്കാലോ തകർത്തിമി ഖണ്ഡിമിക്കാലോ തകർത്തിമി പോലതെല്ലാം പിന്നീടും മാമധുര തന്നിൽ പോലതെല്ലോ കണ്ണകിയും കോവലതും സങ്കടമിഞ്ഞതി വന്നു പിറഞ്ഞതു തൻവിധിയെന്നു നിലച്ചാടി. തന്റെ ചിലമ്പിലൊരെണ്ണം ശങ്കരനായി കൊടുത്തയച്ചാൾ. ദുഷ്ടനാമൊരു പൊന്നും തട്ടാൻ ഇഷ്ടമോടെ വന്നാൻ. കോവലന്റെ കയ്യിൽ നിന്നാ കാച്ചിലമ്പും കൊണ്ടാൻ. പാണ്ഡ്യറാണി കാച്ചിലമ്പു കണ്ടു പണ്ടി തട്ടാൻ. പാപചിന്ത തീരാതെ മോഷണവും ചെയ്താൻ. നിരപരാധിയ കോവലരുടെ ചിരമ്പെടുത്തവൻ കാട്ടി. പലതു ഭീഷണി പറഞ്ഞു വന്നവൻ ഉടനെ കത്തിച്ചു ദേവം. അഴുതി കൊല്ല് ചിലമ്പിന്റെ പൊന്നിനു നൽക് അവളുടെ കണ്ണിലും വില്ല്. വിരിയണ കാര്യം ചൊല്ല് ഭടരുടെ കോവലനെ കൊന്നവിടെ തീകിനെയും തീർത്തു ഞാൻ ചൊല്ലുന്ന നേരം. മധുരയിൽ ചെല്ലുന്നു ദേവി പഴക്കിട്ട് തല്ലുന്നു മാറി. തെളിയുന്നു നെല്ലും പതിരും ഒരു മൂല താൻ പറിക്കുന്നു. മിഴികളിൽ തീ പറക്കുന്നു എരിയുന്നു പാണ്ഡ്യ ഭൂമി. പ്രതികാരം ചെയ്യുന്നു ദേവി മുടിയുന്നു സർവ്വവും മണ്ണിൽ. മുടിയണിച്ചാളുമിയോടെ അവൾ നിൽക്കുന്ന നിൽക്കുന്ന കോവിലൊതുങ്ങില്ല വാക്കുകളിൽ. ദേവി പോലുന്നു തെക്കുള്ള ദിക്കുകളിൽ കാത്തു രക്ഷിച്ചു കൊള്ളുന്നു ദിക്കുകളിൽ. കോവലനും കണ്ണകിയും പ്രേമമോടെ തമ്മിൽ. ചോളനാട്ടിൽ യൗവനത്തിൻ തേനുകർന്നേ വാഴും. തേനുകർന്നേ വാഴും. തേനുകർന്നേ വാഴും. ഹലോ, ഭക്ഷണം റെഡിയാണ്. ഇപ്പോഴാണ് വൈബ് കറക്റ്റ് ആയിട്ട് വന്നത്. വെരി ഗുഡ്. അപ്പൊ നമ്മുടെ സ്റ്റേജിന് ഈ സിറ്റിംഗ് ആകാശൻ ടീം എല്ലാവരുടെയും സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇങ്ങോട്ടാക്കുന്നു. കഴിക്കാനുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ കണ്ടേ പല നാളായി കാക്കും ആശകൾ. കലിതുള്ളും കടലും ഇരുളടയും കാടും വഴിയായി തീർന്നീ യാത്രയിൽ. അനുരാഗം തോന്നിപ്പോയ
Your love will no longer
Nunca valeria, nunca valeria. Nunca valeria, nunca valeria.
चोरी मुझसे दूर कहीं ना जा बस यही कहीं रह जा मैं तेरी दीवानी रे अफसोस तुझे है क्या मुझसे दूर कहीं ना जा बस यही कहीं रह जा मैं तेरी दीवानी रे अफसोस तुझे है क्या तेरी मेरी कहानी नहीं बन गई तू मेरा हो गया मैं तेरी हो गई जहाँ जाए तू संग मुझे ले जा
कोई साथ है फिर भी निकल पड़ो घर से शायद जिसकी तलाश है वही साथी है वही मंजिल है जाने जाना ढूंढे तुझे दीवाना सपनों में रोज आए आ जिंदगी में आना जाने जाना ढूंढे तुझे दीवाना सपनों में रोज आए आ जिंदगी में आना सनम एक दिन मेरी जान तुझे ठिकाना